അപ്പം ലാലിഗയിലെ മാച്ച് വീക്ക് 15 കഴിഞ്ഞിരിക്കുമ്പോൾ ബാർസലോണ ടേബിളിൽ ഫസ്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വിത്ത് 40 പോയിൻറ്റ്സ്. റയൽ മാഡ്രിഡിനായിട്ട് 4 പോയിൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാച്ച് വീക്കിലെ ലാലിഗേൻ്റെ ഈ മാച്ച് വീക്കിലെ ഒരു റിയാക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബാർസേൻ്റെ കളി എടുത്തു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ഒരു മാച്ച് അനലൈസേഷനോ അല്ലെങ്കിൽ ഒരു മാച്ച് റിവ്യൂ ആയിട്ടല്ല ഈ കളീനെ പറയുന്നത്. ആ കളിയിൽ ഞാൻ ശ്രദ്ധിച്ച ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തിങ്, ഫറാൻ കുറച്ച് ബെറ്ററായിട്ട് കളിച്ചിരുന്നു. കുറച്ചല്ല, നല്ല ബെറ്ററായിട്ട് കളിച്ചിരുന്നു. ഇന്നലെ ഒരു ഹാട്രിക്കും സ്കോർ ചെയ്തു പുള്ളി. ആദ്യം നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തെങ്കിലും നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ അത് നല്ല രീതിയിൽ തിരിച്ചു പിടിക്കാൻ പറ്റി. 4-1 ആക്കിയിട്ട് ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്തു. പിന്നെ 5 ആക്കി ആ ലീഡ് സെക്കൻഡ് ഹാഫിൽ ലമീൻ്റെ ഒരു പെനാൽറ്റി കാരണം ഫസ്റ്റ് തന്നെ പറയുക അതൊരു പെനാൽറ്റി അല്ല, അത് മാറി മറിഞ്ഞിരിക്കും ഇപ്പോഴത്തെ ഓരോ റൂൾസ്. എന്താണെന്ന് ഇപ്പോൾ ഈ വാറിൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷം നമുക്ക് തന്നെ അത് എന്താണ് പെനാൽറ്റി എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത നിലയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവർ പറയുന്നത് നാച്ചുറൽ പൊസിഷനിലല്ല കൈ ഉണ്ടായത് എന്നാണ് ആദ്യം പറയുന്നത്. അപ്പം ഇനി അങ്ങനെയാണോ എന്താണെന്നുള്ള സിനാരിയോ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഫോർ മീ ഇറ്റ്സ് നോട്ട് എ പെനാൽറ്റി. അപ്പോൾ എന്തായാലും അത് കളിയിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്തായാലും അത് പെനാൽറ്റി ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ ലാസ്റ്റോട്ട് ആയപ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഈ ലീഡ് ഉള്ളതുകൊണ്ടായിരിക്കും പിന്നെ ഈ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല നമ്മളെ ടീം. അങ്ങനെ കുറേ മിസ്റ്റേക്സ് പറ്റി. അൺവാണ്ടഡ് ചാലഞ്ച്, കൂണ്ടേൻ്റെ ഒരു ചാലഞ്ചിൽ പെനാൽറ്റിയും പോയി. പിന്നെ അതേപോലെ റാഷ്ഫോർഡിനും ഫെറാനും പിന്നെയും കുറച്ച് ചാൻസസ് ഇട്ടിരുന്നു, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ഗോളിലായിട്ട്. അങ്ങനെ കുറേ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ കളിയിൽ എന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കിയ 1-2 കാര്യങ്ങളാണ്. ബാർസലോണ വേഴ്സസ് റയൽ ബെറ്റിസ് മാച്ചിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയ ഒരു സംഭവം ഹൻസി ഫ്ലിക്ക് ലമീൻ യമാലിനെ നമ്പർ 10 പൊസിഷനിൽ കളിപ്പിച്ചൊരു സംഭവമാണ്. കാരണം ലമീൻ യമാൽ ഇതുവരെ ആ ഒരു പൊസിഷനിൽ ആ ഒരു റോള് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാത്തൊരു പ്ലെയറാണ്. പുള്ളി എപ്പോഴും എല്ലാ മാച്ചിലും റൈറ്റ് വിങ്ങറായിട്ടേ കളിച്ചിട്ടുള്ളൂ. ലമീൻ ഈ ഒരു റോളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ബാർസലോണക്ക് ഒരു ഗ്ലിച്ച് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാക്റ്റിക്കാണ് ഈ സംഭവം. എന്തുകൊണ്ട് ഇത് ഇത്ര ലേറ്റായെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നത് ലമീനെ എന്തുകൊണ്ട് വിങ് മാറ്റുന്നോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ റോളിൽ കളിപ്പിക്കുന്നില്ല. കാരണം പുള്ളിക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഗോളുകളെക്കാളും കൂടുതൽ അസിസ്റ്റുകളാണ് ഉള്ളത്. നിലവിൽ പുള്ളീൻ്റെ കരിയർ എടുത്ത് നോക്കിയാൽ ഗോളുകളെക്കാളും കൂടുതൽ പുള്ളി അസിസ്റ്റുകളെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ബ്യൂട്ടിഫുൾ പാസർ ഓഫ് ദ ബോളാണ്. പുള്ളീൻ്റെ പാസിങ് കൺട്രോളും പാസിങ് എബിലിറ്റിയും ആ ട്രിവ്യല പാസ്സെല്ലാം നമ്മൾ എത്ര കണ്ടാലും മതിവരാത്ത സംഭവങ്ങളാണ്. അതേപോലെ നല്ല ടൈറ്റ് സ്പേസിൽ ബോൾ എടുത്ത് ത്രൂ ആയിട്ട് പോകാനുള്ള നല്ല എബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു നമ്പർ 10 പ്രൊഫൈലിന് പറ്റിയൊരു പ്ലെയർ തന്നെയാണ് ലമീൻ. ഈ ഒരു പൊസിഷനിൽ ലമീനെ കളിപ്പിക്കുന്നത് കൊണ്ട് ബാർസലോണയ്ക്ക് പ്രസൻറ്റിലും ഫ്യൂച്ചറിലേക്കുമുള്ള ഒരു വേ ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. കാരണം പണ്ട് ഇതേപോലെ മെസ്സിയെ റൈറ്റ് വിങ്ങിൽ നിന്ന് സെൻറ്റർ റോളിലേക്ക് ഗാർഡിയോള ഇട്ടിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മെസ്സി മാനേജ് ചെയ്ത എല്ലാവരും ഓഫ് കോഴ്സ് മാച്ചിൽ മെസ്സി ആ റോള് എടുക്കുമെങ്കിലും മെസ്സിയെയും ഇതേപോലെ ആ റോളിൽ കൊണ്ടുവന്നിട്ട് നമ്പർ 10 പ്ലേ മേക്കിംഗ് എബിലിറ്റി ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തത് മെസ്സിക്ക്. അതുപോലെ ലമീനിലും ഇതേ ഒരു സിനാരിയോ കൊണ്ടുവന്നാൽ ബാർസലോണേൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള ഇനി മുന്നോട്ട്, ലമീൻ എന്ന് പറഞ്ഞാൽ 18 വയസ്സായിട്ടുള്ളൂ, ഇനി ലമീൻ എത്രയോ ഇയേഴ്സ് ബാക്കി കിടക്കുന്നുണ്ട്. അതിൽ മൊത്തം ബാർസലോണയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും പുള്ളി ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ രണ്ടാമത്തത് റൂണി ബർദാജിയാണ്. റൂണി ബർദാജിനെ നമ്മൾ കുറേ മാച്ചായിട്ട് ഇതുവരെ കളിപ്പിച്ചിട്ടുണ്ടായിട്ടില്ല. ഈ മാച്ചിലാണ് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇറക്കിയത്. കാരണം റാഫീനൊക്കെ ഒരു മസിൽ ഓവർലോഡിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് പുള്ളിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുത്ത് പുള്ളീനെ ഇറക്കിയത്. പക്ഷേ ആ ഫസ്റ്റ് ഗോളിന് ഒരു നൈസ് വോൾ പാസ് പോലെ കൊടുത്ത ഒരു പാസ് ഉണ്ട്. ലമീൻ പാസ് ചെയ്തിട്ട് അതൊരു പുള്ളി അവിടെ ഒരു വാളായി ആക്ട് ചെയ്തിട്ട് ഒരു പാസ് നൈസായിട്ട് കൂണ്ടേക്ക് വെച്ചു കൊടുത്ത സാധനം. അതും അതിന് ശേഷമുള്ള പുള്ളീൻ്റെ അസിസ്റ്റും ഒരു ഫ്ലിക്ക് ഇട്ട് അതിന് ശേഷം ഒരു ക്രോസ് വെച്ച് ഫെറാനിനെ അസിസ്റ്റ് ചെയ്ത് ഫെറാനിൻ്റെ ഒരു സൂപ്പർ ഫിനിഷ് ആയിരുന്നു. അത് പോരാഞ്ഞിട്ട് തേർഡ് ഗോളും പുള്ളീൻ്റെ വീക്ക് ഫുട്ടിലാണ് ആ തേർഡ് ഗോളും അടിച്ചിട്ടുള്ളത്. അപ്പോൾ റൂണി ബർദാജി എന്ന് പറയുന്നത് നല്ല ഒരു പ്ലെയർ തന്നെയാണ്. പുള്ളീനെ 2 സീസൺ മുന്നേ
വരെ യൂറോപ്പിലെ ടോപ്പ് ക്ലബ്സ് എല്ലാവരും നോട്ടിട്ടുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ പുള്ളിക്ക് ACL ഇഞ്ചുറി പറ്റിയും ACL ഇഞ്ചുറിക്ക് ശേഷം പുള്ളീൻ്റെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞതാണ് ബാർസക്ക് ഏറ്റവും കിട്ടിയ അഡ്വാൻറ്റേജ്. പിന്നെ പുള്ളി ചെറുപ്പം മുതലേ ഒരു ബാർസ ഫാനുമാണ്. അങ്ങനെ ബാർസലോണയ്ക്ക് ഈ 2 മില്യണിൽ ഈ ഡീല് കിട്ടിയത് എന്തുകൊണ്ടും വെറുത്താണ്. പുള്ളി നല്ല ടാലൻറ്റഡ് ആണ്. പുള്ളീനെ നമ്മൾ കുറച്ചും കൂടി മാച്ച് ടൈം കൊടുത്ത് യൂസ് ചെയ്യണം. അല്ലാണ്ട് നമ്മളെ വിക്ടർ റോക്കനെ ചെയ്തതുപോലെ അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ നിലവിൽ ടീമിൻ്റെ വെച്ചിട്ട് പ്ലെയേഴ്സിനെ വാങ്ങാനുള്ള കെൽപ്പൊന്നും ഇപ്പോൾ നിലവിൽ ബാർസലോണയ്ക്കില്ല. അപ്പോൾ ഈ കൊണ്ടുവരുന്ന പ്ലെയേഴ്സിന് മാച്ച് ടൈം കൊടുത്ത് അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു പക്ഷത്താണ് ഞാൻ. അതിൽ റൂണി ബാർദാജി ആയിരിക്കും എൻ്റെ മെയിൻ ടാർഗറ്റ്. റൂണി ബാർദാജീനെ ലമീൻ്റെ ആ ഇതിൽ ഓവർ ഷാഡോ ആയി പോകരുത് റൂണി ബാർദാജി. ലമീന് വേണ്ട റെസ്റ്റും കൊടുക്കണം, റൂണി ബാർദാജിക്ക് വേണ്ട പ്ലേയിങ് ടൈമും കിട്ടണം. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നമ്മുടെ ജെറാൻ മാർട്ടിനാണ്. ജെറാൻ മാർട്ടിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തു. ജെറാൻ മാർട്ടിൻ ചിലപ്പോൾ അടുത്തൊരു ഗ്ലിച്ചായിരിക്കും ബാർസലോണയ്ക്ക്. കാരണം പുള്ളി ഒരു ഡീസൻറ്റ് ഗെയിമിൽ നിന്ന് ഈ കളിയും കളിച്ചത്. അധികം മിസ്റ്റേക്സ് ഒന്നുമില്ല. ലൈന് ഓഫ് സൈഡ് ലൈന് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നു, ആ ഹൈ ലൈന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, നീറ്റ് ഡിഫെൻസ്, അൺവാണ്ടഡ് ടാക്കിൾസ് ഇല്ല, അതായത് അൺനെസസറി ചാലഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ പുള്ളി ഇതേപോലെ ഒരു ഡീസൻറ്റ് പ്ലെയറാണ്. നമ്മൾ കുറേ പ്ലെയേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഈ ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കിൽ നിന്ന് സെൻറ്റർ ബാക്കിലേക്ക് കൺവേർട്ട് ആവുന്ന കുറേ പ്ലെയേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പ്ലെയറാണ് ജെറാഡ് മാർട്ടിൻ. അതേപോലെ കൺവേർട്ട് ആവാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ് ജെറാഡ് മാർട്ടിൻ. ഈസ് റിയലി ഗുഡ് ഇൻ അറ്റ് സെൻറ്റർ ബാക്ക്. പക്ഷേ ലെഫ്റ്റ് ബാക്കിലും പുള്ളി ഓക്കെ തന്നെയാണ്. ആ ഒരു പേസില്ലായ്മ ഒരു മാത്രമാണ് ഒരു പ്രശ്നം. പിന്നെ മാച്ചിൽ എക്സ്പീരിയൻസ് കുറവാണ്. പക്ഷേ പുള്ളി ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ ഇൻ്റർനെറ്റിലെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ 2 കിഡിലെ അസിസ്റ്റ് കൊടുത്തത് നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ജെറാഡ് മാർട്ടിന് ഈ റോളിൽ കളിപ്പിക്കുന്നത് നമുക്കൊരു ലെഫ്റ്റ് ഫുട്ടഡ് CB നിലവിലില്ലാത്തടത്തോളം കാലം എനിക്ക് തോന്നുന്നത് അത് ഇനിയും മുന്നോട്ട് പോകും. കുറച്ച് കളിയും കൂടി ഇനി മുന്നോട്ട് പോകും തോന്നുന്നു. കാരണം അറൗഹോ വന്നിട്ടില്ല. ക്രിസ്റ്റൻസൺ എന്തായാലും ഫ്ലിക്ക് ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രിസ്റ്റൻസനെ ഒരിക്കലും അധികം മാച്ചിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യലില്ല. ഈ സീസണിൽ പുള്ളിനെ ഏതോ 1-2 കളിയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ എന്ന് എനിക്ക് ഷുവറല്ല. ആ രീതിയിലെ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആസ് എ ബാർസലോണ ഫാൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023-24 സീസണിൽ എൽ ക്ലാസിക്കോ നടക്കുമ്പോൾ, സാന്റിയാഗോ ബെർണബേയിൽ എൽ ക്ലാസിക്കോ നടക്കുമ്പോൾ ബാർസലോണ തോറ്റ് നിൽക്കുമ്പോൾ ഈ സ്റ്റേഡിയം ചാൻറ്റ് ചെയ്തൊരു ഒരു ചാൻറ്റ് ഉണ്ട്, സാവി പ്ലീസ് സ്റ്റേ, സാവി പ്ലീസ് സ്റ്റേ. അന്നത്തെ ബാർസലോണേൻ്റെ കോച്ചായ സാവി പ്ലീസ് സ്റ്റേ, സാവി പ്ലീസ് സ്റ്റേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയ ഒരു സിനാറിയോ ഉണ്ടായിരുന്നു. അതേ അവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ സാബി അലോൺസോക്ക് റയൽ മാഡ്രിഡിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാബി അലോൺസോ പ്ലീസ് സ്റ്റേ എന്ന് ഞാൻ പറയില്ല. കാരണം ഒരു ടീമിൻ്റെ ട്രാൻസിഷൻ പീരീഡിൽ അത് എത്ര ടഫായിരിക്കും എന്നുള്ള എന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല. പ്ലെയേഴ്സിന് എന്താ ചെയ്യുന്നത് അറിയില്ല. കോച്ച് പറയുന്നത് പ്ലെയേഴ്സ് കേൾക്കുന്നില്ല എന്ന് മീഡിയ പറയുന്നുണ്ട്. പ്ലെയേഴ്സിനനുസരിച്ചിട്ടുള്ള രീതിയിലല്ല കോച്ച് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്നുള്ള പല കാര്യങ്ങൾ ഇവിടെ കേൾക്കാം. പക്ഷേ എനിക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാവിയുടെ സിസ്റ്റം, അതായത് സാവി അലോൺസോൻ്റെ ഗെയിമിൽ ഫോർമേഷൻ മാറുന്നൊരു സിസ്റ്റം ഉണ്ട് സാവി അലോൺസോക്ക്. പുള്ളി ലെവർകൂസനിൽ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗെയിമിൽ തന്നെ ഒരു കളി നടക്കുമ്പോൾ തന്നെ അതിൽ പല ഫോർമേഷൻ ട്രൈ ചെയ്യുന്ന അതായത് മാച്ചിൻ്റെ അതിപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പുള്ളി ഒരു ഫോർമേഷൻ കളിപ്പിക്കും. അതായത് കളിയിൽ തന്നെ പല ട്രാൻസിഷൻ ടീമിന് സംഭവിക്കും. അത് ആ സംഭവമൊന്നും റയലിൽ നടക്കുന്നില്ല ആ പ്ലെയേഴ്സിനെ വെച്ചിട്ട്. മേ ബി ചിലപ്പോൾ ഈഗോ ക്ലാഷ് ആയിരിക്കാം. പക്ഷേ റയലിൽ ഈ സംഭവം ഇപ്പം 4 പോയിൻ്റ് ബാക്കിലേ റയലുള്ളൂ. ചാമ്പ്യൻസ് ലീഗ് അവർ നല്ല പൊസിഷനിലാണ്. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പെറസിന് ഇത് പിടിച്ചിട്ടില്ലെങ്കിൽ പെറസ് എന്തായാലും പുള്ളിനെ പുറത്താക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സാവിക്ക് ഒരു സീസൺ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യാത്തതാണ് റിയൽ മാഡ്രിഡിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഡിഫൻസിലേക്ക് ഈ ഫ്രണ്ട് പ്ലെയേഴ്സ് ഇറങ്ങി വരുന്നില്ല. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യമാണ്
വിനീഷ്യസ് ജൂനിയർ എംബാപ്പയും ഒരു ടീമിൽ കളിക്കുന്നിടത്തോളം കാലം, അതായത് അവർ രണ്ടുപേരും ലെഫ്റ്റ് വിങ്ങിലേക്കാണ് ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കുന്ന പ്ലെയേഴ്സാണ്. ഈ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഈ രണ്ടാളും റണ്ണെടുത്ത് തുടങ്ങുന്നത്, ഒരു കൗണ്ടറോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് തുടങ്ങുമ്പോഴോ, ഇവർ രണ്ടാളും കൂടി ഒരു ടീമിൽ കളിക്കുന്നിടത്തോളം കാലം റയൽ മാഡ്രിഡിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ, ഫ്രണ്ട് ലൈനിലുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഈ രണ്ടിലൊരാൾ ഈ ടീം വിടണം, അതേ ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അത് മോസ്റ്റ് പ്രോബബ്ലി വിനീഷ്യസ് ജൂനിയർ ആവാം, ചിലപ്പോൾ ആവാതിരിക്കാം. വിനി ഇപ്പോൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഈ കളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിമ്പിൾ 2 റെഡ് കാർഡ്സ് കിട്ടി. സെൽറ്റ വീഗോൻ്റെ ഒരു നല്ല ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ്സാണ് നമ്മൾ കണ്ടത് ആ കളിയിൽ. അവർ നല്ല വൃത്തിക്ക് ഡിഫെൻഡ് ചെയ്തു. റയൽ മാഡ്രിഡിന് കിട്ടിയ ചാൻസ് അവർ ഫിനിഷ് ചെയ്തുമില്ല. 1-2 ചാൻസസ്, ഒരു ക്ലീൻ ഹെഡർ ഗോൺസാലോ ഗാർസിയക്ക് കിട്ടി, അത് ഫിനിഷ് ചെയ്തില്ല. പിന്നെ എംബാപ്പയ്ക്ക് ഒരു ചാൻസ് കിട്ടിയായിരുന്നു, അതും പുള്ളി ഫിനിഷ് ചെയ്ത് നെറ്റിൻ്റെ മുകളിലായിപ്പോയി. പിന്നെ മറ്റൊരു മത്സരം നോക്കുകയാണെങ്കിൽ അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോ മാച്ചിൽ സാൻ മീമേസിൽ അത്ലറ്റിക് ക്ലബ്ബ് പരാജയപ്പെട്ടിട്ടുണ്ട്. 7 മാച്ചിൻ്റെ തുടർച്ചയായ വിജയത്തിന് ശേഷം ബാർസലോണനായിട്ട് കഴിഞ്ഞ വീക്കിൽ തോറ്റു. ഈ വീക്കിൽ അത്ലറ്റിക് ക്ലബിനായിട്ട് തോറ്റു. 85 മിനിറ്റിൽ ഉള്ളൊരു ഗോളിൻ്റെ ബലത്തിലാണ് അത്ലറ്റിക് ക്ലബിൻ്റെ ജയം. പക്ഷേ ഇത് അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒട്ടും തന്നെ നല്ലൊരു സംഭവമല്ല. പക്ഷേ സർപ്രൈസിങ് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിലേറിയാൽ ഈ സീസണിൽ രണ്ടും കൽപ്പിച്ചാണ്. മാർസലിനോ ഗാർസിയ അവരെ കോച്ച്, പുള്ളി സ്പെയിനിൽ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കോച്ചാണ്. മീൻസ് ട്രോഫി ഒന്നും അടിച്ച് പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു മാനേജറാണ്. അത്ലറ്റിക് ക്ലബിനായിട്ടും ബലൻസിയനായിട്ട് പുള്ളി കോപ്പ ഡെൽ റേ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവർ ഒരു വിത്ത് എ ഗെയിം ഇൻ ഹാൻഡ് 35 പോയിൻറ്റുമായിട്ട് ടേബിളിൽ തേർഡും സിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു ടൈറ്റിൽ റേസിൽ ഉണ്ടായത്, ഇപ്പോൾ അത്ലറ്റിക്കോ ഇപ്പം 9 പോയിൻറ്റ് ബാക്കിലാണ് ബാർസലോണേൻ്റെ. സോ 2 മാച്ചിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ഡിഫീറ്റാണ്. പക്ഷെ എന്തായാലും അവർ ഡിയാഗോ സിമിയോണിനെ സാക്ക് ചെയ്യാൻ പോകുന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫാക്റ്റാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ എസ്പാന്യോളും ഇതേപോലെ ഒരു സർപ്രൈസിങ് ആണ് ഈ സീസണിൽ. 5th അവർ ഇപ്പോൾ നിലവിലിരിക്കുന്നത് 27 പോയിൻ്റായിട്ട്. അതേപോലെ റയൽ ബെറ്റിസും ഇപ്പോൾ ബാർസലോണയായിട്ട് തോറ്റെങ്കിലും അവരും 24 പോയിൻറ്റ്സ് ആയിട്ട് 6th ഉണ്ട്. അത്ലറ്റിക് ക്ലബ്ബ് 7th. താഴോട്ട് നോക്കുകയാണെങ്കിൽ ഐ ഹാഡ് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഫോർ ഒവിയാഡോ ദിസ് സീസൺ. കാരണം അവർ ഡിവിഷൻ 2-ൽ നിന്ന് ഈ സീസണിൽ നല്ല രീതിയിൽ കയറി വന്നൊരു ടീമാണ്. അവർ പ്ലേ ഓഫും കളിച്ച് കയറി വന്നൊരു ടീമാണ് ഒവിയാഡോ. സീസൺ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് നല്ലൊരു പ്രതീക്ഷയുള്ള ടീമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവരധികവും ഈ സീസണിൽ വീണ്ടും താഴത്തോട്ട് പോകാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ജിറോണ ഒന്നും പറയാനില്ല, ജിറോണയൊക്കെ എല്ലാം പോയി. പിന്നെ അതേപോലെ ലെവൻ്റെനെയും ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചതാണ് ഈ സീസണിൽ. ലെവൻ്റെയും താഴെ പോകുന്നതൊന്ന് സർപ്രൈസിംഗ്ലി ഒസാസുന എല്ലാ സീസണിലും നല്ല രീതിയിൽ കളിക്കുന്ന ടീമാണ്, ഒരു ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ടീമാണ് ഒസാസുന. ഈ സീസണിൽ ഇവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇപ്പോൾ റെലഗേഷൻ ബാറ്റിൽ ജിറോണനായിട്ട് റെലഗേഷൻ ബാറ്റിലാണ്. പിന്നെ അതുപോലെ എൽച്ചെ ഈ സീസണിൽ തിരിച്ചു വന്നിട്ടൊരു ടീമാണ്. പ്രൊമോഷൻ കിട്ടി തിരിച്ചു വന്നൊരു ടീമാണ് എൽച്ചെ. ഈ സീസണിൽ നല്ല രീതിയിൽ, അതായത് ഒരു ഡീസൻറ്റ് പെർഫോമൻസ്. ലാലിഗയിലെ 9th, പ്രൊമോഷൻ കിട്ടിയ ഒരു ടീം 9th എത്തുക എന്ന് പറഞ്ഞാൽ ലാലിഗയിൽ അത് ഒരു ബിഗ് അച്ചീവ്മെൻ്റ് തന്നെയാണ് അവർക്ക്. കാരണം ലാലിഗയിലെ കൺസ്ട്രെയിൻസും പിന്നെ നമ്മളെ സാലറി ക്യാപ്പിൻ്റെ പ്രശ്നങ്ങളും ഇതെല്ലാം അറിയാം. ഇൻകം അനുസരിച്ചിട്ട് സാലറി ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് ഡിവിഷനിൽ വരുന്ന ടീമിൻ്റെ കണ്ടീഷൻ, ഫസ്റ്റ് ഡിവിഷനിലുള്ള ടീമുകളുടെ കണ്ടീഷൻ തന്നെ ഇത്രയും ദയനീയകരമാണെങ്കിൽ സെക്കൻഡ് ഡിവിഷനിൽ പ്രൊമോഷൻ കിട്ടി വരുന്ന ഒരു ടീമിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാനുള്ളൂ. അപ്പോൾ വാട്ട് എൽച്ചെ ഈസ് ഡൂയിങ്, അത് അപ്രിഷ്യേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലാലിഗയിൽ ഈ മാച്ച് വീക്കിലെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.